അപ്പൊ അങ്ങനെ 3 സ്ഥലങ്ങളിലായിരുന്നു. ഒന്ന് നരിമാൻ ഹൗസ്, അതേപോലെ താജ് ഓബ്രൈ, താജ് ഹോട്ടൽ, പിന്നെ ട്രെഡന്റ് ഓബ്രൈ ഹോട്ടൽ. അങ്ങനെ താജ് ഹോട്ടലിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ അതിനുശേഷം ട്രെഡന്റ് ഓബ്രോയിൽ 2 ടെററിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടത്തേക്ക് മൂവായി. അപ്പോൾ വിനയ് ഒരു മുന്നേ ചോദിച്ച ചോദ്യം വെച്ചാല്, അപ്പൊ ഈ ഓപ്പറേഷനിൽ ഇത്രയും മണിക്കൂറുകൾ ഞങ്ങൾ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാല് ഞാനൊരു കുപ്പിയിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിച്ചത്. ഞങ്ങൾക്ക് ആ സമയം ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ കുടുംബക്കാരെ കുറിച്ചോ അല്ല മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിലുണ്ടാവില്ല. അത് തോന്നില്ല, ഒരു എന്താണെന്നറിയില്ല, അങ്ങനെ ഞങ്ങൾക്ക് ആ ഫീലിംഗോ അങ്ങനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല. അതേപോലെ വിശപ്പില്ല, അങ്ങനെയുള്ള സമയമുണ്ടായില്ല. അത്രയും മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രെഡന്റ് ഓബ്രോയിൽ 2 ടെററിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടത്തേക്ക് മൂവായി. അപ്പൊ ഞങ്ങൾ വരുന്നതും ഇറങ്ങുന്നതും ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പോ അങ്ങനെ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ എത്തി. അപ്പൊ ഞങ്ങൾ ഇറങ്ങി 25ാമത്തെ നിലയിൽ ട്രെഡന്റ് ഓബ്രോയില് 2 ടെററിസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു സിംഗപ്പൂർ ഹോസ്റ്റേജായിട്ട് സിംഗപ്പൂർ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അവരെയും ആ ഫ്ലോറിലൊക്കെ കുറെ പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ബോഡിയൊക്കെ മാറ്റി എല്ലാവരെയും സേവ് ആക്കിയിട്ട് അത്ര ഹോട്ടലിൽ എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാം നല്ല രീതിയിൽ നമ്മൾ താഴെ എത്തിച്ചിട്ട് അതിന് ശേഷമാണ് ഞങ്ങൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ഓബ്രൈ ഹോട്ടലിൽ 2 അപ്പോൾ അവര് ഉള്ള റൂം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അതിന് ഇവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ആ 2 ടെററിസ്റ്റ് അവരൊരു RDX യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പല പ്രലോഭനം കൊള്ളിക്കുന്ന രീതിയിൽ പല സംസാരങ്ങളും ഉണ്ടാവും. കാരണം ഞങ്ങൾ പറയും വാ എന്ന് പറയാം. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് പോയി എടുത്തുചാട്ടത്തിലോ അങ്ങനെയൊന്നും ഞങ്ങളുടെ ട്രെയിനിങ് വിളിക്കും. കാരണം ഞങ്ങൾ പ്രലോഭിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവര് ആ അറ്റാക്കിൽ ഞങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ അവസാനം RDX യൂസ് ചെയ്യാൻ നോക്കിയപ്പോ ഞാൻ ഉള്ളിൽ കയറി പോയത് തന്നെയാണ്. ഒരു ടെററിസ്റ്റിനെ വഹിച്ചു. പിന്നെ ഒരു ടെററിസ്റ്റ് അങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്റെ തോക്ക് പിടിച്ചു വലിച്ചു. ഞാൻ അങ്ങനെ തോക്ക് വിട്ടു. പിന്നെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു കംഫർട്ട് ഫൈറ്റ്, നമ്മുടെ നാട്ടിലെ കാണുന്ന പോലെ നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞ നാടനടി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാനത് കഴിഞ്ഞ് വെപ്പൺ ഇല്ലായിരുന്നു. എന്റെ വെപ്പൺ ഉണ്ടായിരുന്നു, അത് ഉള്ളിൽ വലിച്ചു. അങ്ങനെ സംഭവിച്ചു. അപ്പൊ ഞാൻ നമുക്ക് സെക്കൻഡറി വെപ്പൺ പിസ്റ്റൾ എടുത്തിട്ട് പുള്ളിക്കാരനെ ടെററിസ്റ്റിനെ ഞാൻ ഫയർ ചെയ്തു. ഫയർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ ഗ്രാനേഡ് 2 സെക്കൻഡിന്റെ ഗ്രാനേഡാണ്. അത് ചൈനീസ് ഗ്രാനേഡ്. 2 സെക്കൻഡ് ആകുമ്പോൾ ബ്ലാസ്റ്റ് ആവും. 1, 2 എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റ് ആവും. 360 ഡിഗ്രി ആംഗിൾ അതിന്റെ ചെറിയ ചെറിയ പീസുകൾ തെറിക്കും. അപ്പൊ അത് ഇങ്ങനെ ഒരു പൂ വിരിയുന്ന പോലെയാണ്. ഞങ്ങളിങ്ങനെ നമ്മൾ കുടയൊക്കെ തുറക്കുന്ന ആ ഒരു ആംഗിളിലാണ് അതിന്റെ. അപ്പൊ അത് ഈ നമ്മുടെ ഈ ബെൽറ്റിന്റെ ഉള്ളിലൂടെ ഗ്രാനേഡിന്റെ റിങ് അത് ഉള്ളിലിട്ട് ബെൽറ്റിന്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ സീരിയലാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ഗ്രാനേഡ് പിടിച്ച് മേലേക്ക് ത്രോ ചെയ്തു. അപ്പോൾ തായൽ വന്ന് ബ്രസ്റ്റ് ആയാല് അതാ ഞാൻ പറഞ്ഞ ഈ മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത് സെൽഫ് ഡിസിഷൻ എന്ന് പറയുന്നതിന്റെ കമാൻഡോസിന്റെ മെയിൻ ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ തായൽ വന്ന് ബ്രസ്റ്റ് ആയ ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു. അങ്ങനെ അവസാനം ഞാനത് ഹെഡ് ചെയ്തപ്പോൾ എന്റെ തലേന്ന് ബ്ലാസ്റ്റ് ആയി. അങ്ങനെ എന്റെ ഹെൽമെറ്റ് ക്രാഷ് ആയിട്ട് അതിന്റെ 3 പീസ് തലക്കുള്ളിൽ ഇറങ്ങി. അതിൽ 2 റിമൂവ് ചെയ്തു. ഇപ്പോൾ ഒരു പീസ് ഇപ്പോഴും. അങ്ങനെ 2 ടെററിസ്റ്റും മരിച്ചു. പിന്നെ ഒരു 6 മാസത്തോളം അങ്ങനെ മാസങ്ങളോളം കോമയിലായിരുന്നു. കോമ ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അതിന് 1.5 വർഷത്തോളം ഹോസ്പിറ്റൽ ജീവിതം ആയി. അപ്പൊ ആ കാലയളവിൽ പല ആൾക്കാരുടെയും സ്നേഹവും എന്റെ സഹപ്രവർത്തകർ, അതായത് നമ്മുടെ സൈനികർ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അവരുടെ എല്ലാ സ്നേഹവും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഇങ്ങനെ ഈ രീതിയിലെത്തി. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വന്നാട്ടെ. അത് ഞാനൊന്ന് സല്യൂട്ട് ചെയ്തട്ടെ. ചെയ്യും, തീർച്ചയായും. യെസ്, അപ്പൊ ഷിബിലയുടെ ആ ഒരു സല്യൂട്ട് ഇവിടെ ഇരിക്കുന്ന കാഡറ്റ്സിന്റെ മാത്രമല്ല
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികളും അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും ഈ എല്ലാ ഒരു സല്യൂട്ട് ഇന്ത്യക്കാരുടെയാണ്, എല്ലാ ഇന്ത്യക്കാരുടെ. അതെ, എല്ലാ ഇന്ത്യക്കാരും ഈ ഒരു സല്യൂട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലാണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളും ഒരു സല്യൂട്ട് സത്യം പറഞ്ഞാൽ ചെയ്തതാണ്.